സ്നേഹിതരെ, ഈ ഫോറസ്റ്റ് അമെൻമെൻറ്റ് ബില്ലിനെ പറ്റി വളരെയധികം ചർച്ച ചെയ്തതാണ്. ഭരണപക്ഷിയിലുള്ള ആൾക്കാരും നമ്മുടെ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ ബില്ല് നടപ്പാക്കാൻ വേണ്ടിയിട്ട് അവർ പിന്തുണയ്ക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞിരിക്കുന്നതായിട്ട് കണ്ട് 150 പേര് അത് പ്രതികരിച്ചുള്ളൂ എന്നും വേറെ ആരും പ്രതികരിച്ചില്ല എന്നും അത് നടപ്പാക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും ഒക്കെ മന്ത്രി പറഞ്ഞിരിക്കുന്നു. ഏതായാലും നമുക്ക് കണ്ടിരുന്ന് കാണാം നടപ്പാക്കുമോ ഇല്ലയോ എന്നുള്ളത്. നടപ്പാക്കാൻ ഈ ജനകീയ വിരുദ്ധമായ കാര്യങ്ങൾ, ജനകീയമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ MLA-മാരെ ജയിപ്പിച്ച് വിട്ടിരിക്കുന്നത്. നമ്മൾ പൊതുജനം പ്രതികരിച്ചില്ലെങ്കിൽ MLA-മാർ ആ ബില്ലുകൾ പഠിക്കുകയും അത് നടപ്പാക്കേണ്ടതാണോ ഇല്ലയോ എന്നുള്ളത് നോക്കുകയും ചെയ്യേണ്ട ചുമതലയും കടമയും നമ്മൾ ജയിപ്പിച്ച് വിട്ട് MLA-മാർക്കുള്ളതാണ്. അപ്പോൾ അവരാണത് പ്രധാനമായിട്ടും ഇടപെടേണ്ടത്. ഏതായാലും ഈ നാട്ടിലുള്ള വിവിധ സമുദായ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ വ്യക്തികളും ക്ലബ്ബുകളും അസോസിയേഷനും 10,000-കണക്കിന് പരാതികൾ കൊടുത്തിട്ട് 150 പരാതി അവിടെ കിട്ടിയുള്ളതെന്നാണ് ഫോറസ്റ്റുകാർ പറയുന്നത്. ഏതായാലും ഫോറസ്റ്റുകാർ എന്ത് പറഞ്ഞാലും അവരെ വിശ്വസിക്കത്തില്ല, അവർ കള്ളോ പറയുള്ളൂ എന്നാണ് പൊതുജനം കരുതിയിരിക്കുന്നത്. ഈ പൊതുജനത്തിന് എന്താ ഈ ഫോറസ്റ്റുകാർ അവിടെ ഇത്ര വലിയ വിരോധം എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. ഇവിടെയുള്ള വക്കീലന്മാർ ചോദിക്കാറുണ്ട്, പലരും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്നോട് തന്നെ ഇത്ര വലിയ വിരോധം എന്നുവരെ ചോദിക്കാറുണ്ട്. നമുക്ക് പേഴ്സണലായിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് മറ്റാൾക്കാരുടെ യാതൊരു വിരോധമില്ല. പക്ഷേ അവരുടെ കയ്യിലിരിപ്പും അവർ കാണിക്കുന്നതും അങ്ങനെയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ബില്ല് വരുന്നു 63, അതിനകത്ത് അവർ ഇൻകോർപ്പറേറ്റ് ചെയ്യാമെന്നിരിക്കുന്നതാണ് 63 എന്ന് പറഞ്ഞുകൊണ്ടൊരു സെക്ഷന്. എന്ന് പറഞ്ഞാൽ എവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ എറണാകുളത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്ഥലത്ത് ഒരു ഫോറസ്റ്റ് സമൻസ് കമ്മിറ്റ് ചെയ്ത് വ്യാജ പരാതി അടിസ്ഥാനത്തിൽ എന്നെ അറസ്റ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ പോലീസിനുള്ള ഫോറസ്റ്റുകാർക്ക് ജയിലിലടയ്ക്കാം എന്ന് പറഞ്ഞാൽ പോലീസിനില്ലാത്ത അധികാരമാണ് ഫോറസ്റ്റുകാർക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വെറും വാച്ചർമാർക്ക് ആൾക്കാരെ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യാം, അങ്ങനെയുള്ള നിയമം. പിന്നെ വനത്തിൽ കുളിക്കാൻ വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല, പുഴ അവരുടേതാക്കുക, കംപ്ലീറ്റ് ആയിട്ട് പുഴ ഫോറസ്റ്റിൽ കൂടി ഒഴുകാന്ന് പഞ്ചായത്തിൽ ബസ് ചെയ്തിരിക്കുന്ന പുഴയും മറ്റു കാര്യങ്ങളുമൊക്കെ ഫോറസ്റ്റിൻ്റേതാക്കുക. അവിടെ മീൻ പിടിക്കാൻ പാടില്ല, മണൽ വാരാൻ പറ്റത്തില്ല. സെൻട്രൽ ആക്ടിൽ, അതായത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിലും അതുപോലെ അതിൻ്റെ കൺസർവേഷൻ ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിലും പറയുന്നുണ്ട് ആ പ്രദേശവാസികൾക്ക് കുളിക്കാമെന്നും മണൽ വാരാമെന്നും മീൻ പിടിക്കാമെന്നും മറ്റു കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്നാൽ ഇവർ പറയുന്നത് എന്താ, അവിടെയുള്ള കൃഷിക്കാരൻ്റെ ഏതെങ്കിലും മൃഗങ്ങൾ കയറിക്കഴിഞ്ഞാൽ മൃഗത്തിന് തുല്യമായ ഫോറസ്റ്റിൽ കയറിക്കഴിഞ്ഞാൽ കാശ് കെട്ടി വെക്കണമെന്ന്. എന്നാൽ ഫോറസ്റ്റ് ആക്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഫോറസ്റ്റിലെ ഏതെങ്കിലും വന്യമൃഗങ്ങൾ കയറി കൃഷി നശിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നാശനഷ്ടം കൊടുക്കാനുള്ള മുഴുവനായ ഉത്തരവാദിത്വവും ഫോറസ്റ്റിനാണെന്ന്. അതുപോലെ അതേ സംബന്ധിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികളുണ്ട്. ഒരു ഫോറസ്റ്റിലുള്ള മൃഗങ്ങളെ ഫോറസ്റ്റിൽ തന്നെ സൂക്ഷിക്കണമെന്നും അത് നാട്ടിലോട്ട് ഇറക്കി വിടരുതെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെ മൃഗങ്ങൾ നശിപ്പിച്ച് കഴിഞ്ഞാൽ ഇത്ര രൂപ കോമ്പൻസേഷൻ കൊടുക്കണമെന്നുമല്ല, ആ കോമ്പൻസേഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയുള്ള എന്തെങ്കിലും നടപടി അവർ സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. അതുപോലെ മൃഗങ്ങൾ കയറാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ആക്ട് പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ആക്ട് എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ്? ആക്ട് ഒരു ഏകപക്ഷീയമായിട്ട് ഫോറസ്റ്റുകാരുടെ സുഖത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് അത് ആ നിയമം പാസ്സായി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ തന്നെ ചെയ്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഒരു കാരണവശാലും നമ്മുടെ MLA-മാരെ നമ്മുടെ നാട്ടിൽ കയറ്റരുത്. നമ്മുടെ MLA-മാരിൽ എത്ര പേര് ആ നിയമത്തിന് ഒപ്പോസ് ചെയ്യുന്നുണ്ട്, ഭരണപക്ഷത്തുള്ളവരും ആയിക്കോട്ടെ പ്രതിപക്ഷത്തുള്ളവരും ആയിക്കോട്ടെ, എത്ര പേര് ഒപ്പോസ് ചെയ്യുന്നുണ്ടെന്ന് അറിയണം. അതുപോലെ എത്ര MLA-മാർ ഈ നിയമത്തെ സംബന്ധിച്ചുകൊണ്ട് എതിർത്തുകൊണ്ട് എഴുതി അയച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് RI ആക്ട് വെച്ച് ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, നമുക്ക് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എത്ര MLA-മാർ ഇതിൽ ആക്ഷേപം കൊടുത്തിട്ടുണ്ടെന്ന്. നമ്മൾ ജയിപ്പിച്ചു വിട്ട MLA-മാർ ജനത്തിന് വേണ്ടിയിട്ടോ പൊതുജനത്തിന് വേണ്ടിയിട്ടോ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അറിയേണ്ട കാലം കഴിഞ്ഞു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ഫോറസ്റ്റുകാർ ഈ വെള്ളം പോലും കുടിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ എൻ്റെ നാട്ടിലെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ നാട്ടിലൊരു സ്ഥലം കുറ്റിയാഞ്ചാൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒരു സൈഡ് പട്ടയമുള്ള സ്ഥലവും ഒരു സൈഡ് ഫോറസ്റ്റുമായിട്ടൊരു സ്ഥലമാണ്. ആ സ്ഥലത്തോട്ട് ചെയ്യുന്ന റിസോർട്ടുകാരൻ ആ പരിസരവാസികളെല്ലാം കൂടി കിണർ കുഴിച്ചു. അതായത് പുഴയുടെ സൈഡിൽ പട്ടയ സ്ഥലത്തോട് ചേർന്ന് പുഴയുടെ പുറമ്പോക്കെന്ന് പറയാം, ഇല്ലെങ്കിൽ പട്ടയത്തിൻ്റെ പുറമ്പോക്കെന്ന് പറയാം. ഫോറസ്റ്റുകാർക്ക് യാതൊരു ശല്യമില്ല. ഒരു കാരണമില്ലാതെ അത് ഇടിച്ച് പൊളിച്ച് കളഞ്ഞു. അതിനെതിരെ നാട്ടുകാരുടെ കേസ് കൊടുക്കാൻ പറഞ്ഞാൽ ഫോറസ്റ്റുകാർ കേസ് കൊടുക്കുമോ? ഫോറസ്റ്റുകാർക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇടിച്ച് പഞ്ചായത്താക്കി കളയും. ആരും കേസ് കൊടുക്കാനില്ലായിരുന്നു. അവസാനം ഞാൻ കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ഫോറസ്റ്റുകാർക്കെതിരെ ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ട്.
DFO സഹിതം പ്രതിയാണ്. ആ കേസ് ഇപ്പോൾ പെൻഡിങ്ങാണ്, വാദത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതേ രീതിയിലുള്ള പ്രവൃത്തിയാണ് ഫോറസ്റ്റുകാർ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാട്ടിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അവിടെ ഈ മന്നാൻ സമുദായത്തിൽപ്പെട്ട മന്നാനും മുതുവാനും സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഈ വാര്യത്ത് താമസിച്ചിരുന്നു. വാരി സെറ്റിൽമെൻറ്റ് കോളനി ഉണ്ടായിരുന്നു. അവർ അവിടെ ജീവിക്കാൻ വയ്യാതെ അവർ പൂയംകുട്ടിയിലുള്ള പുഴയറമ്പിൽ വന്ന് താമസിച്ചു. അവസാനം അവർക്ക് വേണ്ടി ഞാനൊരു കേസ് ഫയൽ ചെയ്തു. അവരെ കാണുന്നതിന് വേണ്ടി ഹൈക്കോടതി ജഡ്ജിമാർ അതുപോലെ ആൾക്കാരൊക്കെ അവിടെ വന്നു. അവസാനം ആ കേസ് വാദം കേട്ട് അവർക്ക് സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് സ്ഥലം കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ 60/24/2010 നമ്പർ കേസാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പന്തപ്പുറം അവർക്ക് സ്ഥലം കൊടുത്തു. അവർ 969 ഏക്കർ സ്ഥലം സറണ്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് 500 ഏക്കർ സ്ഥലം കൊടുത്തു. 500 ഏക്കർ അവിടെ വരുന്ന ആൾക്കാർക്ക് മുഴുവൻ സെറ്റിൽമെൻറ്റ് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ 80 ആൾക്കാരെ വന്നിട്ടുള്ളൂ. എന്നാൽ ബാക്കിയുള്ളവർക്ക് സ്ഥലം കൊടുക്കുന്നില്ല. അവസാനം അവരുടെ വീട് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന തടി പോലും അവർ വെട്ടിമാറ്റില്ല. അപ്പോൾ ഹൈക്കോടതി നേരത്തെ തന്നെ ഉത്തരവ് പറഞ്ഞിരുന്നു വേണ്ട നടപടി സ്വീകരിക്കണമെന്ന്. ഒരു നടപടി അവർ സ്വീകരിക്കാതെ ആ ട്രൈബായിട്ടുള്ള മന്നാ സമുദായത്തിൽ മുഴുവൻ സമുദായത്തിലുള്ള ആൾക്കാർക്ക് ഒരു കൃഷി പോലും ചെയ്യാൻ പറ്റാതെ തേക്കിൻ്റെ കീഴയിട്ട് ഈ ഫോറസ്റ്റുകാർ മനഃപൂർവ്വം മറിച്ചു. അവസാനം ഈ ഇത് വെട്ടിമാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും രണ്ടാമതൊരു കേസ് ഫയൽ ചെയ്തു. അപ്പോൾ 24/438/2018 എന്ന് പറഞ്ഞുകൊണ്ടൊരു കേസാണ്. ആ കേസിനകത്ത് ബഹുമാനമായിട്ട് ഹൈക്കോടതി പറഞ്ഞ് വീട് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും 15 സെൻറ്റ് സ്ഥലത്തെ വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം വെട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് വെട്ടിക്കൊടുത്തു. അതിനുശേഷം ഉടൻ തന്നെ ഇതിനകത്ത് തടികൾ മുഴുവൻ വെട്ടാൻ വേണ്ടിയിട്ട് നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ 10 വർഷം കഴിഞ്ഞിട്ട് ഇവർ നടപടി സ്വീകരിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ തടികളെല്ലാം വെട്ടി മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ 2 ഉത്തരവ് പ്രകാരം വെട്ടി മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 76/78/2014 കേസ് ഫയൽ ചെയ്തു. ആ കേസിനകത്ത് ഈ ഒരു കഴിഞ്ഞ മാസം അതിനകത്ത് വിധിയായി. ഉടൻ തന്നെ 6 ആഴ്ചയ്ക്കായി ഇത് വെട്ടി മാറ്റണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ ഫോറസ്റ്റുകാർ ഈ കാട്ടിലുള്ള അവശത അനുഭവിക്കുന്ന ജനങ്ങളെ പോലും ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അതേ രീതിയിലുള്ള പ്രകടനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ ഇവരോട് ആരെങ്കിലും സഹകരിക്കും? അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, പൂയംകുട്ടി കല്ലേടുമേട് മണികണ്ഠഞ്ചാൽ ഈ ഭാഗത്ത് പട്ടയം കൊടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അത് സെറ്റിൽമെൻറ്റ് ഏരിയ ആണെന്ന് പറഞ്ഞുകൊണ്ട് അത് അറിയാതെ പട്ടയത്തിൽ അങ്ങനെ എഴുതിയിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പട്ടയം കൊടുക്കാതെ വന്നു. ഉടനെ അതേ സംബന്ധിച്ചുകൊണ്ട് ഈ നമ്മുടെ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന പള്ളി വികാരി റോബിനച്ചനും അതുപോലെ തന്നെ വേറെ ഒരാളോട് കൂടിയിട്ട് ഞാൻ മുഖാന്തരം കേസ് ഫയൽ ചെയ്തു. ആ കേസ് 760/2025 എന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ് ഫയൽ ചെയ്തു. ആ കേസിനകത്തും ഈ പറഞ്ഞ പോലെ അനുകൂലമായിട്ട് ഉത്തരവ് ലഭിച്ചു. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ ഇത് അതിനകത്ത് സെറ്റിൽമെൻറ്റ് ഏരിയയിൽ മുതുവാൻ ഇത് സെറ്റിൽമെൻറ്റ് ഏരിയയിൽ ആദിവാസികളുടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഏക്കർ വരെയുള്ള സ്ഥലത്തിന് പട്ടയം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതെല്ലാം ജഡ്ജ്മെൻറ്റിൻ്റെയും ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പട്ടയം കൊടുക്കാൻ വേണ്ടിയിട്ട് നടപടി സ്വീകരിച്ചു വരികയാണ്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരു വികസന പ്രവർത്തനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മുഴുവൻ പാരവെക്കുന്ന ആൾക്കാരാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. അതുപോലെ തന്നെ ഈ ബ്ലാവനെ പാലം പണിയുന്നതിന് വേണ്ടിയിട്ട് സിജിമോൻ എന്ന് പറഞ്ഞ് വേറെ 3-4 പേര് കൂടി ഒരു കേസ് ഫയൽ ചെയ്തു. അതിനുശേഷം അവർ നിർദ്ദേശപ്രകാരം ഞാനും എൻ്റെ മകനും കൂടെ വീണ്ടും കേസ് ഫയൽ ചെയ്തു. ആ കേസിനകത്ത് ഈയിടെ സർക്കാരിനോട് അവർ ഒരു കാരണവശാലും അവിടെ ഈ മണ്ണ് പരിശോധനയ്ക്ക് അനുവദിക്കാതെ വന്നു. ഉടനെ മണ്ണ് പരിശോധനയ്ക്ക് അനുവദിക്കണമെന്നും അതിന് പൈസ സർക്കാരിനോട് കെട്ടിവെക്കാൻ പറഞ്ഞ് ഓർഡറായിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാർ ഉടനെ കെട്ടിവെക്കും, ഉടനെ മണ്ണ് പരിശോധന നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്കിരിക്കാം. അതുപോലെ തന്നെ മറ്റേ കല്ലേലിമേട് ഭാഗത്തും അവിടെയുള്ള ആദിവാസി കുടികളിലും ഒരു കാരണവശാലും ഇലക്ട്രിസിറ്റി വലിക്കാൻ വേണ്ടി അനുവദിക്കാതെ വരികയും അപ്പോൾ അതേ സംബന്ധിച്ചുകൊണ്ട് നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KK ഗോപി എന്നെ ഒരു കേസ് ലഭിക്കുകയും അതിനകത്ത് ഞാൻ ഫയൽ ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനകത്ത് അവിടെ കറണ്ട് വലിക്കാൻ അനുവദിക്കണമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഇലക്ട്രിഫിക്കേഷൻ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തടിവെട്ടിനെ സംബന്ധിച്ചുകൊണ്ട് വളരെയധികം പരാതികളും വളരെയധികം കേസുകളും ഇപ്പോൾ നിലവിലുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ സ്ഥലത്തെ പട്ടയമുള്ള സ്ഥലത്തെ പോലും യാതൊരു കാരണവശാലും നമ്മൾ നട്ടുവെച്ച് തടി പോലും വെട്ടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ തന്നെ ജനത്തിന് വേണ്ടിയിട്ടും മറ്റാൾക്കാർക്കും വേണ്ടിയിട്ടും ഞാൻ തന്നെ ഫയൽ ചെയ്ത ഒരു കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഇപ്പോൾ പെൻഡിങ്ങാണ്. ആ കേസ് താമസിക്കാതെ തീരുമെന്ന് കരുതാം. അതുപോലെ തന്നെ ഈ ഫോറസ്റ്റുകാർ ഈ ഓൾഡ് ആലുവ മൂന്നാർ റൂട്ടിനെ സംബന്ധിച്ചുകൊണ്ട് ഈ തട്ടേക്കാട് ഭാഗത്തുള്ള അവിടെ വീതി കുറച്ച് കെട്ടാൻ ശ്രമിക്കുകയും അങ്ങനെ കെട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അതിനെതിരെ
22-379/2022 നമ്പറായിട്ടൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിലവിലുണ്ടായിരുന്ന ഓൾഡ് ആലുവ മൂന്നാർ റോഡിൻ്റെ വീതി എന്ന് വെച്ചാൽ അവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നതാണ്. അത് റൊഡ്യൂസ് ചെയ്ത് ഏതാനും ഭാഗം ബേഡ് സാഞ്ചുറിയോട് ചേർത്താണ് അവർ കെട്ടിയിരിക്കുന്നത്. അത് കെട്ടി ഒരു കാരണവശാലും ചെയ്യില്ല. ബേഡ് സാഞ്ചുറിക്ക് ഇഷ്ടം പോലെ സ്ഥലമുള്ളതാണ്. അപ്പോൾ അവിടെ ഓൾഡ് ആലുവ മൂന്നാർ റോഡിൻ്റെ 10-30 മീറ്റർ വീതിയുള്ള ഭാഗം അവർ വീതി കുറച്ച് അനധികൃതമായിട്ട് കയ്യേറിയിരിക്കുകയാണ്. ഇങ്ങനെ സമസ്ത മേഖലയിലും ഈ ആൾക്കാർ കോടതി ഉത്തരവുണ്ടെന്നുണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ പോലും പറ്റത്തില്ല. ഞാനത് മന്നാമാരുടെ കേസിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ പല കേസുകളും നമ്മൾ ഓർഡർ മേടിച്ച് കൊടുത്തു കഴിഞ്ഞാലും ഇത് അവസാനം കണ്ടംപ്റ്റ് ഓഫ് കോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അതുപോലെ തന്നെയാണ് ഓൾഡ് ആലുവ മൂന്നാർ റോഡും അതുപോലെ തന്നെ ഹിൽ ഹൈവേ കേസുകളും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ഓൾഡ് ആലുവ മൂന്നാർ റോഡ് കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേസ് ഫയൽ ചെയ്യുകയും അത് 2020 കേസ് ഫയൽ ചെയ്തതാണ്. അതിനകത്ത് എല്ലാവിധ ഡോക്യുമെൻറ്റുകളും മറ്റു കാര്യങ്ങളുമൊക്കെ എടുത്ത് നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് ഏതാണ്ട് റൈപ്പായിട്ടിരുന്ന് കഴിഞ്ഞപ്പോൾ അവരതിനകത്ത് തർക്കം ഫയൽ ചെയ്തു. അങ്ങനെ തർക്കം ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവർ പറഞ്ഞു അവിടെ ഓൾഡ് ആലുവ മൂന്നാർ റോഡ് എന്ന് പറഞ്ഞിട്ട് റോഡ് നിലനിൽപ്പില്ലെന്നും അതിലെ വാഹനങ്ങൾ പോകാനെന്നും യാത്രാ സൗകര്യം ഇല്ലെന്നും അതുപോലെ തന്നെ റോഡിലെല്ലാം വലിയ വൻ വൃക്ഷങ്ങൾ നിൽക്കുകയാണെന്നും അതുകൊണ്ട് റോഡുമായിട്ട് ഫോം ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കമ്മീഷൻ അപേക്ഷ ഇടുകയും ആ കമ്മീഷൻ അപേക്ഷ വാദം കേൾക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അതിനകത്ത് വാദം കേൾക്കാൻ വേണ്ടി 2-3 പ്രാവശ്യം വരികയും അത് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലിരുന്ന കേസാണ്. അപ്പോൾ അത് കഴിഞ്ഞത് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഖ് ജഡ്ജിൻ്റെ ബെഞ്ചിലേക്ക് മാറി. അപ്പോൾ അപ്രകാരം അങ്ങനെ മാറിയ ഒരു സമയത്ത് ഈ കേസിനകത്ത് ഇത് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയെ പ്രകൃതി സംരക്ഷകരും മറ്റാൾക്കാരും എല്ലാവരും കൂടി തെറ്റിദ്ധരിപ്പിച്ച് ഇപ്പോൾ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞ ഒരു ബെഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ മാറിയിട്ട് അതിൻ്റെ ഹ്യൂമൻ ആനിമൽസ് കോൺഫ്ലിക്ട്സിൽ ഇപ്പോൾ ഇരിക്കുന്ന ജഡ്ജിമാർ എന്ന് പറഞ്ഞാൽ ജയശങ്കർ നമ്പ്യാർ സാറും അതുപോലെ ഗോപിനാഥൻ സാറുമാണ്. അപ്പോൾ ആ കേസ് എന്ന് പറഞ്ഞാൽ 12 കേസിനോടൊപ്പം കണക്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ആ 12 കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയായിട്ടും മറ്റു കാര്യങ്ങളുമായിട്ടിരിക്കുന്ന കേസുകളാണ്. ഇത് നമ്മുടെ കേസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. പിന്നെ ആനയില്ലാത്ത സ്ഥലമെന്ന് പറഞ്ഞാൽ കേരളത്തിലിങ്ങനെ റോഡുകൾ പോകുന്ന എല്ലാ സ്ഥലത്തും ആനകളുണ്ട്. അതുപോലെ തന്നെ കുട്ടമ്പുഴ ടൗൺ വരെ ആനയുണ്ട്, പുന്നേക്കാടുണ്ട്, കീരമ്പാറയുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ടൗണിനോടും അടുത്ത് വരെ ടൗണിൽ തന്നെ വരെ ആനയായി കഴിഞ്ഞു. അതുപോലെ തന്നെ അതുകൊണ്ട് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞൊരു വിഷയമില്ല. അപ്പോൾ ആ ഒരു ബെഞ്ചിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കേസ് തീരാൻ വേണ്ടിയിട്ട് ഇച്ചിരി കാലതാമസവും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ആ കേസ് ഏറ്റവും വേഗം എടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെയുള്ളൊരു കേസാണ് ഹിൽ ഹൈവേയുടെ കേസ് 36-141/2023 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാണി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാങ്കുളംകാരൻ്റെ അപേക്ഷപ്രകാരം പുള്ളി ആവശ്യപ്പെട്ട പ്രകാരം ഫയൽ ചെയ്തിട്ടുള്ളതാണ്. ആ കേസിനകത്ത് കമ്മീഷണർ അഡ്വക്കേറ്റ് വരികയും മാങ്കുളം നിവാസികൾ വളരെയധികം സഹകരിക്കുകയും അവർക്കുണ്ടായ ആഹ്ലാദങ്ങളും മറ്റു കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും സങ്കല്പിക്കാൻ മേലാത്തതാണ് അവരുടെ ജീവിതം തന്നെ പുഷ്ടിപ്പെട്ടു എന്ന് കരുതിയ ഒരു ഇതാണ്. ഹിൽ ഹൈവേ റോഡിനകത്ത് ആ റോഡ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റുകാരുടെ അല്ലെന്നും അത് കൂപ്പ് റോഡാണെന്നും അത് കൂപ്പ് റോഡിന് വേണ്ടി നിർമ്മിച്ചതാണെന്നും ആ റോഡിൽ അവർക്ക് അവകാശമില്ലെന്നും ആ റോഡ് പബ്ലിക് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ലെന്നും അതിന് ഇത്ര വീതിയിൽ ഉപയോഗിക്കാമെന്നും അവർക്ക് തടസ്സമില്ലെന്നും അത് കോൺക്രീറ്റ് ചെയ്യാമെന്നും ടൈൽ ചെയ്യാമെന്നും സർക്കാർ അണ്ടർടേക്ക് ചെയ്യുകയും മറ്റു കാര്യങ്ങളും ചെയ്യുകയും എങ്കിൽ തന്നെയും ഹിൽ ഹൈവേ മാറ്റിവിടുകയും ഇപ്പോൾ നിലവിലുള്ള റോഡും അതുപോലെ സർക്കാർ അത് ടൈലിട്ട് അല്ലെങ്കിൽ ടാർ ചെയ്ത് തരേണ്ട ഒരു കാര്യമാണെന്നും അതിൻ്റെ ഇടപാടുകൾ ഇങ്ങനെയാണെന്നും വളരെ വ്യക്തമായിട്ട് രേഖയും മറ്റു കാര്യങ്ങളും ഉള്ളതാണ്. ഇപ്പോഴും ഹൈക്കോടതിയിൽ നിന്ന് അതിൽ കയറിപ്പോകുന്നതിന് യാതൊരു തടസ്സമുള്ളതല്ല. പക്ഷേ ഫോറസ്റ്റുകാരെ ഇപ്പോൾ അത് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആൾക്കാർക്ക് കയറിപ്പോകാൻ പറ്റത്തില്ല. അതേ സംബന്ധിച്ചുകൊണ്ട് നമ്മുടെ ജനപ്രതിനിധികളും മറ്റാൾക്കാരും ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടി സ്വീകരിക്കേണ്ടതാണ്. ആ കേസും ഈ പറഞ്ഞതുപോലെ കൗണ്ടറും അതിന് റിപ്ലൈയും കമ്മീഷൻ അപേക്ഷയും ഏതാണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ചിലപ്പോൾ അതിനകത്ത് കമ്മീഷൻ അപേക്ഷ ചിലപ്പോൾ ഒന്നുകൂടെ മുഴുവൻ ഫുള്ളായിട്ട് കമ്മീഷൻ അപേക്ഷ ഇട്ടില്ല. ഒരു പ്രാവശ്യം കൂടെ പോകണമെന്ന് പറഞ്ഞ കമ്മീഷണർ മെമ്മോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ കമ്മീഷണർ ഒരു പ്രാവശ്യം കൂടെ പരിശോധിച്ചെന്നിരിക്കും. ഏതായാലും അത് ഹിയറിങ്ങിന് റൈപ്പായിട്ട് ഇരിക്കുന്ന മാറ്റേഴ്സാണ്. അപ്പോൾ ഈ കേസുകളും സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആലുവ മൂന്നാർ റോഡും അതുപോലെ മലയോര ഹൈവേ കേസിലും ഫോറസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രസ്റ്റീജ് കേസായിട്ടാണ് അവർ എടുത്തു വരുന്നത്. എന്ന് പറഞ്ഞാൽ അതിൽ ആനയാണ്, ചേനയാണ്, ഒരു കാരണവശാലും നടക്കാൻ പറ്റത്തില്ല, റോഡില്ല എന്ന് പറയുന്നു. ഇപ്പോൾ പെരുമ്പുംകുത്ത് മുതൽ
കുർത്തിക്കുടി വരെയുള്ള റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ KSEB കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഏറ്റെടുത്ത് അതിൻ്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കൊടുത്ത ഒരു റിപ്ലൈ RI ആക്റ്റിൽ കൊടുത്തിരിക്കുന്ന റിപ്ലൈയിൽ 6/12/2024 കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് തന്നിരിക്കുന്നതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്. ചോദ്യം നമ്പർ ഞാൻ 10 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് അനുകൂലമായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പെരുമ്പങ്കുത്ത് മുതൽ കുർത്തിക്കുടി വരെ 5 കിലോമീറ്റർ നീളത്തിൽ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ 4.10 കിലോമീറ്റർ ഓൾഡ് ആലുവ മൂന്നാർ റോഡിൽ കൂടിയാണ് നിർമ്മിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾഡ് ആലുവ മൂന്നാർ റോഡിൽ കൂടിയാണ് ഈ പറഞ്ഞ റോഡ് നിർമ്മിക്കുന്നതെന്നും അത് വനത്തിൽ കൂടിയുള്ളതാണെന്നും അവിടെയും കാട്ടുമൃഗങ്ങളും അതുപോലെ തന്നെ ഇവർ പറയുന്ന പോലെ മറ്റു റോഡിൻ്റെ ഭാഗം പറയുന്ന പോലെ നിർമ്മിക്കാൻ പറ്റാത്ത ഭാഗത്തുമാണ് ഇപ്പം വലിയ വലിയ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ റോഡ് നിർമ്മിക്കാമെന്ന് അല്ലെ നിർമ്മിക്കാൻ ഫോറസ്റ്റുകാർക്ക് അനുമതി കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് കുർത്തിക്കുടി മുതൽ ഈ പൂയംകുട്ടി വരെയുള്ള റോഡ് ഭാഗത്ത് അനുവാദം കൊടുത്തുകൂടാ? പൂയംകുട്ടി മുതൽ പീണ്ടിമേടല്ല അതിനപ്പുറം വരെ 1-1 റോഡ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് പണിത റോഡുണ്ട്. പിന്നെ ആകെപ്പാടെ 10-12 കിലോമീറ്റർ റോഡേ ഉള്ളൂ. അപ്പോൾ അവിടെ റോഡ് നിർമ്മിക്കാം. അവിടെ ആനയ്ക്ക് ശല്യമില്ല, വന്യമൃഗങ്ങൾക്ക് ശല്യമില്ല, യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. അപ്പോൾ ബാക്കി ഭാഗത്ത് റോഡ് നിർമ്മിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഭാഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പാലിശമല്ലേ. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ കുർത്തിക്കുടിയിൽ നിന്ന് അങ്ങനെ റോഡ് പോലും ഇല്ല എന്നാണ് അവരുടെ തർക്കത്തിൽ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. അതുപോലെ തന്നെ ഫോറസ്റ്റുകാർ ഫയൽ ചെയ്തിരിക്കുന്നതും KSEBക്കാർ ഫയൽ ചെയ്തിരിക്കുന്നതും വില്ലേജ് ഓഫീസിൽ നിന്ന് ഫയൽ ചെയ്തിരിക്കുന്നതുമായ പല രേഖകളും ഞാൻ എടുത്തിട്ടുണ്ട്. ആ രേഖകൾ കൊണ്ട് കാണാൻ പറ്റുന്നത് ഞാൻ സെൻട്രൽ സർവേ ഓഫീസിൽ നിന്ന് എടുത്ത രേഖയുടെ അടിസ്ഥാനത്തിൽ ഞാൻ RI വെക്കുകയും RI വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് സർവേകരിക്കുക അതിനുള്ള നടപടികളും മറ്റു കാര്യങ്ങളും ഞാൻ നീക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ PWD ഓഫീസിൽ നിന്ന് പുതുതായിട്ട് കിട്ടിയിരിക്കുന്ന RI റിപ്പോർട്ടിലും വളരെ കൃത്യമായിട്ട് റോഡിനെ പറ്റിയും മറ്റു കാര്യങ്ങളുള്ള അഡ്മിഷൻ ഉണ്ട്. PWD നിന്ന് കിട്ടിയ റോഡിൻ്റെ കാര്യത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താലൂക്ക് ഓഫീസ് ഫോണിന് PWD നിന്ന് കിട്ടിയതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ റോഡ് PWD ഏറ്റെടുത്തുന്നു. കോതമംഗലം PWD കിട്ടിയ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ റോഡ് PWD ഏറ്റെടുത്തതെന്ന് അവിടെ ബാർ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് തടസ്സം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടും അത് മാറ്റി തന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുമെന്നും മറ്റു കാര്യങ്ങളും ഇതിനകത്തെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്. ഇങ്ങനെ ഈ ഫോറസ്റ്റുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടമ്പുഴ പഞ്ചായത്ത് അതുപോലെ മാങ്കുളം പഞ്ചായത്ത് ഇങ്ങനെയുള്ള 2 പഞ്ചായത്തിലുള്ള ജനത്തെ വളരെയധികം ദ്രോഹിച്ചും പീഡിപ്പിച്ചും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജീവിക്കാൻ മേലാത്ത രീതിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും കേസുകൾ ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുന്നു. അതുപോലെ തന്നെ തീർന്ന കേസുകളുണ്ട്. ഞാൻ നടത്തിയ തന്നെ കേസുകളിൽ ഒരു 3-4-5 കേസുകൾ നമുക്ക് പബ്ലിക്കിന് അനുകൂലമായിട്ടും മന്നന്മാർക്ക് അതൊരു അനുകൂലമായിട്ടും റോഡിൻ്റെയും പാലത്തിൻ്റെയും അതുപോലെ വഴിയുടെയും കേസ് വിധിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രധാനമായിട്ടും വിധിയാകാനുള്ള ഈ 2 കേസുകളാണ്. 2 കേസുകളും നിയമവശം വെച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ പ്രമാണങ്ങളും മുഴുവൻ രേഖയും ഹാജരാക്കിയതാണ്. അപ്പോൾ ഈ കേസിനകത്ത് നേരത്തെ ഹാജരാക്കിക്കൊണ്ടിരുന്ന ഞാനും എൻ്റെ കുടുംബാംഗങ്ങളുമായിരുന്നു, എൻ്റെ മകനും ഉൾപ്പെടെയുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ഇതിൽ ശക്തമായിട്ട് വേറെ ആൾക്കാർ വേണമെന്ന് ഉള്ള തോന്നലും മറ്റു കാര്യങ്ങളും വന്നതനുസരിച്ച് എൻ്റെ സീനിയറായ മുൻ കേന്ദ്രമന്ത്രിയായ PC തോമസിനെയും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ അഭിഭാഷകനും 22 വർഷം കേരള സ്റ്റേറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലുമായിരുന്ന MT ജോർജ് എന്ന് പറഞ്ഞ ഒരു അഭിഭാഷകനും ഇതിനകത്ത് ഞാൻ വക്കാലത്ത് കൊടുത്തിട്ടുണ്ട്. ആ കേസിനകത്ത് റിവ്യൂ ചെയ്യുന്നതിനും അതുപോലെ അർജൻറ്റ് പെറ്റീഷനും മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ 12 കേസുമായിട്ട് ഒന്നിച്ച് കിടക്കുന്ന ഒരു കേസായതുകൊണ്ടാണ് ഇപ്പോൾ കാലതാമസം വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഇതെടുത്ത് തീർക്കാൻ വേണ്ടി നോക്കുന്നു. എന്നാൽ നമ്മൾ ഈ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസിൻ്റെ ഒന്നിൻ്റെ കൂട്ടത്തിലൊരു തള്ളും കൂടെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലായിട്ട് ഇതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പൊളിറ്റിക്കലായിട്ട് ഇതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അതിന് മാത്രം വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ല. അതിന് കേരള സർക്കാരിൻ്റെ റോഡാണ്, അതിന് രേഖകളുണ്ട്. അതുപോലെ റോഡ് ഉണ്ടോ എന്നുള്ളതിന് രേഖയുണ്ട്, സർവേ റെക്കോർഡുകളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അപ്പോൾ സർക്കാരിന് വേണമെന്നുണ്ടെങ്കിൽ നടപ്പാക്കാം. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് വേണമെന്നുണ്ടെങ്കിൽ ഈ റോഡ് എല്ലാ നാഷണൽ ഹൈവേക്കും ഒരു പാരലായിട്ട് നാഷണൽ ഹൈവേ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം നിതിൻ ഗഡ്കരി ഈയിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, 20,000 കോടി രൂപ കേരളത്തിന് എപ്പോൾ വേണേൽ തരാം, എവിടെ എങ്ങനെയാണെന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പം ആലുവ മൂന്നാർ റോഡിൻ്റെ ഒരു പാരലൽ റോഡായിട്ട് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു റോഡാണ്. അപ്പോൾ ഇതേ സംബന്ധിച്ചുകൊണ്ട് ഏതായാലും ഞങ്ങൾ ഈ ബഹുമാനപ്പെട്ട മന്ത്രി ജോർജ് കുര്യന് ഞങ്ങൾ പാലായിൽ പോയി ഇതിനൊരു നിവേദനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
പുള്ളിയെ നേരിട്ട് കണ്ടാണ് കൊടുത്തത്. അപ്പോൾ നിതിൻ ഗഡ്കരിയെ നേരിട്ട് കണ്ട് ഇത് സംബന്ധിച്ച് സംസാരിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും ശ്രമിക്കാൻ വേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് BJP പ്രവർത്തകരും മറ്റ് രാഷ്ട്രീയ പ്രമുഖരും ഒക്കെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതിനകത്ത് രാഷ്ട്രീയങ്ങളോ മറ്റു കാര്യങ്ങളോ നോക്കാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 റോഡിൻ്റെയും കാര്യങ്ങൾ നടക്കേണ്ടതാണ്. നമ്മുടെ നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 റോഡിനെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം യാതൊരുവിധ കൃഷിയും ചെയ്യാതെയുള്ള ബുദ്ധിമുട്ടിലായി വല്ല റിസോർട്ട് വെച്ചോ ആൾക്കാർ ഒരു ടൂറിസ്റ്റിനെ താമസിപ്പിച്ചോ ഇല്ലെങ്കിൽ അതിൽ 100 കണക്കിന് വണ്ടി പോയി കഴിഞ്ഞാൽ ഒരു നാരങ്ങ വെള്ള കച്ചവടം ചെയ്ത് റോഡ് സൈഡ് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആകപ്പാടെ ഒരു പണി പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഈ കുട്ടമ്പുഴ പഞ്ചായത്തിലും അതുപോലെ തന്നെ മാങ്കുളം പഞ്ചായത്തിലും ഉണ്ടായിരിക്കുന്ന ടൂറിസത്തിന് ഇത്രയും പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഈ റോഡിനെ സംബന്ധിച്ച് കോടതി തീരുമാനത്തിന് ഒപ്പം ഇല്ലെങ്കിൽ അതിന് ഉപരിയായിട്ട് നമ്മുടെ ജനാധിപത്യ രീതിയിൽ ഒരു രാഷ്ട്രീയ തീരുമാനം കൂടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ന പാർട്ടിയെന്നില്ല, BJPയോ CPMോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ അതിൻ്റെ ബാക്കി മുന്നണികളോ ഇല്ല, വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നടങ്കം പ്രവർത്തിച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രവർത്തകരും പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഇതിന് നന്നാകാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും നമ്മൾ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം പ്രയോജനങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ഫൈറ്റ് ചെയ്ത കേസിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആരോടും പ്രത്യേകിച്ച് പിരിവുകളൊന്നും നാളിതുവരെ മേടിച്ചിട്ടില്ല. അത് നാട്ടിലെ ഒരു കാര്യമായതുകൊണ്ട് മറ്റു കാര്യങ്ങളും ആയതുകൊണ്ട് അത് ഒരു തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഏതായാലും ഇതിന് അധികം പൈസ മുടക്കോ മറ്റു കാര്യങ്ങളൊന്നും വരുന്നതല്ല. അപ്പോൾ വരാതെ എല്ലാ ഡോക്യുമെൻറ്റും എല്ലാ കാര്യങ്ങളും എല്ലാ രേഖകളും 2 റോഡിനെ സംബന്ധിച്ചുമായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ രാഷ്ട്രീയ തീരുമാനം വളരെ ശക്തമായിട്ടുണ്ടാകണം. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമുണ്ട്. അതുകൊണ്ട് ഇതിനകത്തൊരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകുന്നതിനും ഒന്നിൻ്റെ പുറത്ത് തൊള്ള എന്ന് പറഞ്ഞ പോലെ കോടതിയുടെ ഇന്ന് ഒരു ഇതുണ്ടായി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അത് നടപ്പാക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നുള്ളൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്നാകണം എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.